സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെങ്കിലും ഞാൻ അവരിൽ വസിക്കുന്നതോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നാൽ എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുകയും ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എന്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഒരുവൻ തന്റെ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാൻ ചെയ്യുന്നതെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്നാൽ എന്റെ പിതാവിൽ നിന്ന് കേട്ടവയെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിന് നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്നും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുകയും. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കലങ്ങളുടെ വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അചലമായ ജനം മുഴുവനെയും കടങ്ങളുടെ പൊറുതിയും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ അങ്ങയുടെ അഭിഷേകത്തിന് കഠിനമായ പേരുകൾ അനുഭവിച്ച് വീണ്ടെടുത്ത് അചലമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നു. ദൈവ സ്വഭാവത്തിന്റെ അംഗമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാകരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദ്ധതികൾ കൈവെപ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരനും ബലഹീനനുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യത്താൽ യോഗ്യരാക്കി. കർത്താവേ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി ഭാഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിന്റെ മേൽ ഉണ്ടാകുമാറാകട്ടെ. See
വിശ്വാസികളുമായ എല്ലാ ഭരണാധികാരികളെയും സത്യവിശ്വാസത്തോടെ വെച്ച് ഈ ലോകത്തിനോട് എല്ലാവരെയും സ്നേഹിക്കുകയും വിശേഷ ഈ സ്നേഹം രക്ഷിക്കും സർവ്വരാജ്യത്തിന് ജീവൻ കാരണമാകട്ടെ. ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാനും മത്സരത്തിലെ വിവിധങ്ങൾ അങ്ങയുടെ പരിഹാരവും ഐശ്വര്യപൂർണ്ണമാകുവാനും വേണ്ടി ഇപ്പോൾ എപ്പോഴും എന്നേക്കും
ദൈവമായ ശിഹാവെന്ന് ജീവനായകമായ സുവിശേഷമായി പ്രവാചകന്മാർ, സ്ത്രീയന്മാർ, രക്തസാക്ഷികൾ, ബന്ധകന്മാർ, വേദപാരകന്മാർ, മിത്രന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവനായകവുമായ അടയാളത്താൽ മുദ്രിതരും വിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈരൂപ്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചതിനും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസൻ അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ വിശുദ്ധരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ നിന്റെ ദാസരുടെ ഈ കൃപയായി അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിയും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകന്റെ അമൂല്യമായ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നത് മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
ബഹുദൈവമായ സ്വർഗരാജ്യത്തിൽ സകല ദൃഷ്ടതയോടും ഒന്നിച്ച സ്തുതികളും ഞങ്ങളുടെ യാതനകളെ പൗത്രികരിക്കുകയും ചെയ്യണം. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മലഹൃദയരും പ്രസന്നവദനും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ശക്തനായ സർവ്വേശ്വരൻ, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാര്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയുടെ ആത്മാവോടുകൂടെ Lord.
കർത്താവിനെ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ആരാധനമായ മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. ചെറിയൊരു അനുമോദന സമയമാണ്. സമയമില്ല, 5 മിനിറ്റ് സമയം മാത്രമേ ഉള്ളൂ. അതിനുശേഷം തന്നെ ഇങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുക. കാരണം ഈ അനുമോദനത്തിൻ്റെ പ്രതിനിധിയായിട്ട് പാരിഷ് കൗൺസിൽ സെക്രട്ടറി ആയിരിക്കും ഇടവകയ്ക്ക് വേണ്ടി ഇവിടെ അനുമോദനം അർപ്പിച്ചുള്ള ആശംസകൾ അർപ്പിക്കുക. കൂടാതെ നമ്മുടെ
ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് മനോഹരമാക്കി തീർത്ത ഇതിനു വേണ്ടി ശക്തമായിട്ട് പ്രവർത്തിച്ച ഒത്തിരിയേറെ ആളുകളുണ്ട്. അവരെല്ലാം നന്ദിപൂർവ്വം ഓർക്കുന്നു. കൂടാതെ ഈ ആശംസയ്ക്ക് ശേഷം ഉപഹാരങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളവർക്ക് ഉപഹാരം നമ്മുടെ നവവൈദികന് സമർപ്പിക്കാം, കൈമുട്ടാം. അതിനുശേഷം ഭക്ഷണ ക്രമീകരണങ്ങൾ നമ്മളെങ്ങനെയാണ് അറേഞ്ച് ചെയ്യുക? തീർച്ചയായിട്ടും ഫാത്തിമാപുരം ഇടവകയിലെ കുടുംബ അംഗങ്ങളെന്ന നിലയിൽ, കൂട്ടായ്മ അംഗങ്ങളെന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. തക്കല രൂപതയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുവാൻ വേണ്ടി വരും ദിവസങ്ങളിലെ അദ്ദേഹം പോകുന്നു, തീഷ്ണതയോടുകൂടി പോകുന്നു. പൗരോഹിത്യത്തിന്റെ പേരാണ് പറയുക നമ്മുടെ പ്രാർത്ഥനയാണ്. തീർച്ചയായിട്ടും നമ്മുടെ തുടർന്നുള്ള പ്രാർത്ഥനയിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അദ്ദേഹം പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും കൃപകളും ഒക്കെ പ്രദാനം ചെയ്യുവാനായിട്ട് നമുക്ക് ശക്തമായിട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒത്തിരിയേറെ കഴിവുള്ള വ്യക്തിയാണ് മുമ്പിലച്ചൻ. അദ്ദേഹം ഒത്തിരിയേറെ നല്ല ഒരു കുർബാനയും ഒക്കെ നമ്മൾ ആസ്വദിച്ച ശേഷമാണ് ഇവിടെ ഇരിക്കുക. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്ത് തൂമ്പങ്കൽ കുടുംബത്തിൽ നിന്നും ദൈവത്തിന്റെ വിളിയായിട്ട് തക്കല രൂപതയ്ക്ക് വേണ്ടി വൈദികനായിട്ട് അഭിഷിക്തനായി തീരുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ പ്രത്യേകിച്ച് ഈ അവസരത്തെ അനുമോദിക്കുകയും ചെയ്യുന്നു. കാരണം ദൈവം തന്നിരിക്കുന്ന ആ വിളിയോട് സഹകരിച്ച് പ്രചോദനം കൊടുത്തത് മാതാപിതാക്കന്മാരാണ്. കാരണം ഒത്തിരിയേറെ കുട്ടികളുണ്ടെങ്കിലും ദൈവം വിളിക്കുമ്പോൾ എല്ലാം ദൈവവിളിയാണ് കുടുംബ ജീവിതവും അതോടൊപ്പം തന്നെ മറ്റുള്ള വിളികളെല്ലാം തന്നെ. എങ്കിലും പൗരോഹിത്യത്തിലേക്കുള്ള വിളിയിലേക്ക് ഒരാൾ പോകണമെന്ന് ചിന്തിക്കുമ്പോൾ അതിന് വേണ്ട നല്ല പിന്തുണയും പ്രചോദനവും ഒക്കെ നൽകിയത് മാതാപിതാക്കന്മാരാണ്. കൊണ്ട് തീർച്ചയായിട്ടും മാതാപിതാക്കന്മാരെ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. കൂടാതെ ബഹുമാനപ്പെട്ട അച്ഛനും ഇവിടെ സന്നിഹിതനാണ്. അദ്ദേഹം ഒത്തിരിയേറെ ഈ സമയം നമ്മോടൊപ്പം ആയിരിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ നല്ല പ്രാർത്ഥനകൾ നേർന്ന് അദ്ദേഹത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ കരുത്തോടുകൂടി മുമ്പോട്ട് പോകണമെങ്കിൽ ദൈവത്തിന്റെ കൃപയാണ് ആവശ്യം. അതുകൊണ്ട് പൗരോഹിത്യത്തിന്റെ ബലത്തിൽ തീർച്ചയായിട്ടും ഫാത്തിമാപുരം ഇടവകയിലെ എല്ലാവരുടെയും പ്രാർത്ഥന അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് ഇടവക വികാരി എന്ന രീതിയിൽ വാഗ്ദാനം ചെയ്യുന്നു. അതുകൊണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും ബഹുമാനപ്പെട്ട അറിയിപ്പച്ചന് നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇടവകയിലെ പാരിഷ് കൗൺസിൽ സെക്രട്ടറി എന്ന നിലയിലെ ബഹുമാനപ്പെട്ട നാനി നർക്കുമ്പിന് ആശംസകൾ അർപ്പിക്കുവാനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട നവവൈദികൻ തുമ്പുങ്കൽ കുര്യാക്കോസച്ചൻ, ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നവവൈദികന്റെ മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഫാത്തിമാപുരം ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും സന്തോഷിക്കുന്ന ദിവസമാണ്. കാരണം നമ്മുടെ ഇടവകയിൽ നിന്നും ഒരാളെ മാലാഖമാരുടെ ഗണത്തിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു വൈദികനാകുക എന്ന് പറഞ്ഞാൽ മാലാഖമാരുടെ ഗണത്തിലേക്ക് ചേർക്കുക എന്നാണ് നമ്മൾ വിവക്ഷിക്കുന്നത്. അപ്പോൾ ഫാത്തിമാപുരം ഇടവകക്കാർക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. തൂമ്പുങ്കൽ ജോയിച്ചായന്റെയും ആനിമിച്ചയുടെയും മകനായിട്ട് ജനിച്ച റിക്ടോ എന്ന കുര്യാക്കോസച്ചൻ ഇന്നു മുതൽ ആ കുടുംബത്തിന്റെ മാത്രമല്ല ഫാത്തിമാപുരം ഇടവകയുടെ തക്കല രൂപതയുടെ മൊത്തം ആളായി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിന് നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ എല്ലാവരുടെയും സ്വന്തം മകനായി തീർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട കുര്യാക്കോസച്ചന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ പ്രാർത്ഥനകളാണ് അദ്ദേഹത്തിന്റെ വൈദിക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശക്തി പകരുന്നത്. തീർച്ചയായിട്ടും അതിന് ഒരുക്കി മലാഖമാരുടെ ഗണത്തിലേക്ക് അയച്ച മാതാപിതാക്കളെ നമ്മൾ ഓർക്കണം. നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം 1949 നവംബർ 20 ഇവിടെ അഭിമന്യ പിതാവിന്റെ അംഗീകാരത്തോടുകൂടി ആദ്യ ബലി അർപ്പിച്ചത്. 949 മുതൽ ഇടവകയുടെ ചരിത്രത്തില് നമുക്ക് 3 ദൈവബലിയാണ് ഇന്ന് പൂർത്തിയാകുന്നത്. എന്നാൽ ഇന്ന് ഇത് പൂർത്തിയാകുമ്പോൾ മറ്റൊരു കാര്യത്തിൽ നമ്മൾ സന്തോഷിക്കാം. നമ്മുടെ ഇടവകയിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളിലെ 7 പേര് ഇപ്പോൾ
പഠിക്കുവാനായിട്ട് സെമിനാരിയിൽ ചേർന്നിട്ടുണ്ട്. തുടർന്ന് 7 പേരുടെ ദൈവവിളിയും കൂടി അടുത്ത കാലത്ത് നമുക്ക് ലഭിക്കും. തീർച്ചയായിട്ടും ഒരു തിരുപ്പട്ട സ്വീകരണം കൊണ്ട് ഈ ഇടവകയ്ക്ക് മുഴുവൻ ദൈവവിളി വർദ്ധിക്കുവാനുള്ള ഒരു സാഹചര്യം കൂടെ വർദ്ധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലപ്പുറത്തിന്റെയും കർമ്മശരീരത്തിന്റെയും ദൈവവിളി കൊണ്ട് ഈ ഇടവകയെ 949 മുതൽ ഇത്രയും വർഷം വരെ 3 ഉള്ളെങ്കിൽ ഇവരുടെ 2-3 പേരുടെയും ദൈവവിളി ലഭിച്ചപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ 7 ദൈവവിളി വർഷം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അവരെല്ലാം വൈദികരായി നമ്മുടെ അതിരൂപതയ്ക്ക് സേവനം ചെയ്യുന്നവരാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വൈദികനോട് ഞങ്ങളുടെ ഇടവകക്കാർക്ക് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ. അത് ഞാൻ ഇവിടെ ഓർത്തത് പിന്നെ തക്കല മെത്രാൻ ജോർജ് പിതാവ് ഇവിടെ തമിഴിലായിരിക്കും പട്ടം കൊടുക്കുന്നതെന്ന് വിചാരിച്ചു. അത് കാരണം പ്രസംഗം ഞാൻ തമിഴിൽ റെഡിയാക്കിക്കൊണ്ട് വന്നതാണ്. തക്കല രൂപയിൽ ഒത്തിരി പേരുകൊണ്ട് അവരെല്ലാം മനസ്സിലാക്കണമെങ്കിൽ എന്ന് തമിഴിൽ നിന്ന് പറയണമല്ലോ എന്ന്. പക്ഷെ എങ്കിലും ഞാൻ തമിഴ് പ്രസംഗം മാറ്റിയിട്ട് അതിന്റെ സാര സംഗ്രഹം എന്ന് പറയാം. ഒന്നേ ചെയ്യും വേണ്ടു, നന്ദിന്റെ ചെയ്യും വേണ്ടു, ഞാൻ சொன்னது அப்படியே கொஞ்சம் சின்னமாக சொல்றேன். ഞാൻ ഇത് മൊത്തം പറഞ്ഞത് അത്രയും கொஞ்சம் சின்னமாக சொல்றேன். ഒന്നേ ചെയ്യും വേണ്ടു, ഒന്ന് നன்றേ ചെയ്യും വേണ്ടു, നன்றേ ചെയ്യും വേണ്ടു. ഞങ്ങൾ ഇടവക്കാർക്ക് മുഴുവൻ ബഹുമാനപ്പെട്ട നവവൈദികരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്നേ ചെയ്യേണ്ടതുള്ളൂ. അത് നല്ലത് ചെയ്യുക, നല്ലത് നാളത്തേക്ക് വെക്കരുത്, ഇന്ന് തന്നെ ചെയ്യുക. അങ്ങനെ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തനത്തിന് പ്രത്യേകിച്ച് മിഷൻ പ്രവർത്തനമാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആദ്യകാലത്തെ മിഷൻ പ്രദേശമായ സുസേപുരം ഒക്കെ ഉൾപ്പെട്ട കന്യാകുമാരി മിഷനാണ് നമ്മളിപ്പോൾ തക്കല രൂപതയായിരിക്കുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഒരു വളർത്തുപുത്രനാണ് തക്കല രൂപത എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മുഴുവൻ പേരുടെയും ഫാത്തിമാവിലുള്ള മുഴുവൻ കുടുംബങ്ങളുടെയും എല്ലാ പ്രാർത്ഥനയും സ്നേഹവും എപ്പോഴും ഞങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വിജയിച്ചന്റെയും കൊച്ചന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന ആരാധനാ മഠം, ASMI, FCC തുടങ്ങിയ കോർഡിനേഷൻ സിസ്റ്റേഴ്സിന്റെയും ഇവിടെ പ്രവർത്തിക്കുന്ന മുഴുവൻ സംഘടനകളെയും ചങ്ങനാശ്ശേരി അതിരൂപതയിൽ എത്ര സംഘടനകളുണ്ടോ അതെല്ലാം സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ് ഫാത്തിമാപുരം. അതിന്റെ പേരിൽ ഈ ഇടവകയിലുള്ള 20 കുടുംബ കൂട്ടായ്മകളുടെ പേരിലും 20 കുടുംബ കൂട്ടായ്മയിലെ 540 കുടുംബങ്ങളിലായി 2746 പേരുടെ പേരിലുമുള്ള അനുമോദനങ്ങളും പ്രാർത്ഥനകളും ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.
ബലിയായി തിരുമുമ്പിൽ നൽകാം. അടിയന്റെ അനുതാപഗാനം അവിടുത്തെ അനുഗ്രഹം അതുമാത്രം അനശ്വരം. ഇടയന്റെ വഴി തേടി പാടും ഇടറുന്ന ഹൃദയാദ്രഗാനം അവിടുത്തെ അൾത്താര അതുമാത്രം ആശ്രയം. ബലിയായി തിരുമുമ്പിൽ നൽകാം. അടിയന്റെ അനുതാപഗാനം പാതയിൽ മെഴുതിരി നാളമായി തെളിയുന്ന സത്യമേ ഉലകിൻ്റെ നിത്യതേ. നാദമായി രൂപമായി വിശ്വതേജോശില്പിയായി ദുഃഖമെല്ലാം ഏറ്റുവാങ്ങും നിർദ്ദലന്റെ മിത്രമായി പ്രാർത്ഥന കേൾക്കുമോ? ഈ അർത്ഥന കാണുമോ? അഭയമേശുവിലനുദിനം ബലിയായി തിരുമുമ്പിൽ നൽകാം. അടിയന്റെ അനുതാപഗാനം അവിടുത്തെ അനുഗ്രഹം അതുമാത്രം അനശ്വരം. ഇടയന്റെ വഴി തേടി പാടും ഇടറുന്ന ഹൃദയാദ്രഗാനം പതിതന്റെ പാട്ടിലും പരിശുദ്ധ ഭാവമായി നിറയുന്ന പുണ്യമേ പരമദയാനിധേ. ത്യാഗമായി സ്നേഹമായി ഏകരക്ഷാമാർഗമായി പാപഭൂമിൽ വീണു കേഴും ദുഃഖിതന്റെ നാഥനായി ഈ യാചന കേൾക്കുമോ? ഈ വേദന കാണുമോ? ശരണമേശുവിലനുദിനം ബലിയായി തിരുമുമ്പിൽ നൽകാം. അടിയന്റെ അനുതാപഗാനം അവിടുത്തെ അനുഗ്രഹം അതുമാത്രം അനശ്വരം. ഇടയന്റെ വഴി തേടി പാടും ഇടറുന്ന ഹൃദയാർദ്രഗാനം അവിടുത്തെ അൾത്താര അതുമാത്രമാശ്രയം. ബലിയായി തിരുമുമ്പിൽ നൽകാം. അടിയന്റെ അനുതാപഗാനം
ദിവ്യ സന്ദേശം സന്മനസ്സുള്ളോർക്കെന്നും ശാന്തി. മാനത്തു നീളേർപ്പാടി ചേലൊത്ത വെൺമേഘം ഭൂമിയിൽ സ്വർഗം വരവാൻ. കാലിത്തൊഴുത്തിൻ സുരദീപമായി ഭൂമിയിൽ സ്നേഹം നൽകിടാൻ. പരിപാലകൻ പരിപൂജിതൻ ഈ പാരിൽ പിറന്നു. പരിപാലകൻ പരിപൂജിതൻ ഈ പാരിൽ പിറന്നു. താളമായി മേളമായി ചേർന്നിടാം വാഴ്ത്തിടാം. ആനന്ദഗാനം പാടി ആരാധിക്കാം. ആമോദഗീതം പാടി ആരാധിക്കാം. വാനിലെ താരാഗണവും പൂവണിച്ചന്ദ്രികയും നാഥനായി വെൺ ശോഭയേകി. ഒഴുകുന്ന കാട്ടരുവികളും പാറുന്ന കുരുവികളും രാജനായി ജയഗീതം പാടി. സ്വർഗീയ സംഗീതത്തിൻ ധാരയിൽ വാനവും ഭൂമിയും അലിയുന്നു. പരിപാലകൻ പരിപൂജിതൻ ഈ പാരിൽ പിറന്നു. പരിപാലകൻ പരിപൂജിതൻ ഈ പാരിൽ പിറന്നു. ആനന്ദഗാനം പാടി ആരാധിക്കാം. ആമോദഗീതം പാടി ആരാധിക്കാം. ആത്മീയ സ്നേഹം നൽകും പൂവീണയാൽ ഹല്ലേലൂയ സ്തുതി പാടിയിടുവാൻ. താളമായി മേളമായി ചേർന്നിടാം വാഴ്ത്തിടാം. ആനന്ദഗാനം പാടി ആരാധിക്കാം. ആമോദഗീതം പാടി ആരാധിക്കാം. ഓസ്തിയിൽ വാഴും ദൈവമേ, സ്നേഹത്തിൻ അവതാരമേ, ആത്മാവിൻ ഭോജനമേ, ആരാധനാപാത്രമേ, ആരാധനാപാത്രമേ. ഓസ്തിയിൽ വാഴും ദൈവമേ, സ്നേഹത്തിൻ അവതാരമേ, ആത്മാവിൻ ഭോജനമേ, ആരാധനാപാത്രമേ, ആരാധനാപാത്രമേ.
ആരാധനാപാത്രമേ. എല്ലാ നാമത്തിലും മേലായി ഞങ്ങൾ നിൻ തിരുനാമം വാഴ്ത്തിയിടുന്നു. എല്ലാ നാമത്തിലും മേലായി ഞങ്ങൾ നിൻ തിരുനാമം വാഴ്ത്തിയിടുന്നു. എല്ലാ മുഴങ്കാലും മടങ്ങിയിടുന്നു നിൻ ആദരവോടെ. എല്ലാ മുഴങ്കാലും മടങ്ങിയിടുന്നു നിൻ മുമ്പിലാദരവോടെ. ഓസ്തിയിൽ വാഴും ദൈവമേ, സ്നേഹത്തിൻ അവതാരമേ, ആത്മാവിൻ ഭോജനമേ, ആരാധനാപാത്രമേ, ആരാധനാപാത്രമേ. എല്ലാം ഭരിച്ചിടും ദൈവമേ, ഞങ്ങൾ നിൻ തിരുമുമ്പിൽ നമിച്ചിടുന്നു. എല്ലാം ഭരിച്ചിടും ദൈവമേ, ഞങ്ങൾ നിൻ തിരുമുമ്പിൽ നമിച്ചിടുന്നു. ഇല്ലീ ജഗത്തിൽ വേറൊരു നാമം മാനവർക്കാലംബമായി. ഇല്ലീ ജഗത്തിൽ വേറൊരു നാമം മാനവർക്കാലംബമായി. ഓസ്തിയിൽ വാഴും ദൈവമേ, സ്നേഹത്തിൻ അവതാരമേ, ആത്മാവിൻ ഭോജനമേ, ആരാധനാപാത്രമേ, ആരാധനാപാത്രമേ. ഓസ്തിയിൽ വാഴും ദൈവമേ, സ്നേഹത്തിൻ അവതാരമേ, ആത്മാവിൻ ഭോജനമേ, ആരാധനാപാത്രമേ, ആരാധനാപാത്രമേ.